നരേന്ദ്രമോദി മുനമ്പം പള്ളിയിലേക്ക് ക്വസ്റ്റ്യൻ മാർക്ക് രാഷ്ട്രീയ കേരളം ഞെട്ടും എന്നുള്ള രീതിയിൽ ഞാൻ ഈ തമ്മിൽ കൊടുത്തിരിക്കുന്നത് വെറുതെ ഒന്നുമല്ല. നമ്മളിനി ഒരു വർഷം കൂടിയുള്ളൂ കേരളത്തിലെ നിയമസഭയിലേക്ക്. നിങ്ങൾ ഈ തമ്മിൽ കണ്ടുകൊണ്ടാണ് വന്നതെന്നും എനിക്കറിയാം. നമ്മൾ നിരന്തരം മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. കൃത്യം ഒരു വർഷം ഈ അവസരം BJP അത് ഗംഭീരമായിട്ട് യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു വർഷത്തിനുള്ളിൽ ഇപ്പം നിയമസഭയിലേക്ക് ഇലക്ഷൻ വരാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പിന് വേണ്ടി സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി വരും. മുനമ്പം പള്ളി സന്ദർശിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലുള്ള ക്രൈസ്തവർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരും BJPക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല, അല്ലേ? നമ്മൾ ഇതുവരെ BJPക്ക് ഒന്നും വോട്ട് ചെയ്യുന്ന ആൾക്കാരല്ല. പക്ഷേ ഇപ്പം വലിയ രീതിയിൽ ആൾക്കാരുടെ മനസ്സ് മാറി വരുന്നുണ്ട്. ഇപ്പം തൃശ്ശൂർ നോക്കിക്കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് ക്രൈസ്തവർക്കിടയിൽ നിന്ന് വലിയ വോട്ട് കിട്ടിയിട്ടുണ്ടെന്നതാണ്. ഇപ്പം മുനമ്പം വഖഫ് വിഷയത്തിൽ നമ്മുടെ നാട്ടിലുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും പെട്ടിരിക്കുന്നൊരവസ്ഥയാണ്. ഇപ്പം മുനമ്പത്തെ സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല, ലീഗിനെ പിണക്കാനും പറ്റത്തില്ല, അല്ലെങ്കിൽ സമസ്തയെ പിണക്കാനും പറ്റത്തില്ല, അല്ലെങ്കിൽ അബൂബക്കർ മുസ്ലിയാറിനെ പിണക്കാനും പറ്റാത്തൊരവസ്ഥയാണ് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം നോക്കിയിട്ട് വോട്ട് ബാങ്ക് നോക്കിയിട്ട് അവർ മുനമ്പത്തെ തള്ളിക്കളഞ്ഞു. സമസ്തയും അല്ലെന്നുണ്ടെങ്കിൽ ലീഗിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേരളത്തിലെ MP മാർ ക്രൈസ്തവരായിട്ടുള്ള UDFന്റെ MP മാർ പോലും പാർലമെന്റിൽ പോയിട്ട് വഖഫിന് അനുകൂലമായാണ് സംസാരിച്ചത്. ആ കൂടി രണ്ട് പേരാണ്. സുരേഷ് ഗോപിയും ജോർജ് കുര്യൻ മാത്രമാണ് മുനമ്പത്തെ ആ മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ചത്. ആ കിടിലം പെർഫോമൻസ് വരുന്നു കേട്ടോ. എന്തായാലും ഈ വഖഫ് ബില്ല് ഇപ്പോൾ പാസ്സായിട്ടുണ്ട്. അത് രാഷ്ട്രപതി ഇന്നലെ രാത്രി ഒപ്പിടുകയും ചെയ്തു. അതിനുശേഷം സ്വാഭാവികമായിട്ടും മുൻപത്തെ മനുഷ്യർക്ക് ഒരു ആശ്വാസം ഉണ്ടായി എന്നുള്ളതാണ് ശരി. വരെ കേരളത്തിൽ ഇലക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷം വലതുപക്ഷം എന്നുള്ളത് മാത്രമേ BJP അത്ര വലിയ ഒരു ശക്തിയൊന്നുമില്ലായിരുന്നു. പക്ഷെ പാർലമെന്റ് ഇലക്ഷനിലേക്ക് വന്നപ്പോൾ BJPക്ക് തൃശ്ശൂർ പോലൊരു മണ്ഡലം കിട്ടി. 6-7 നിയമസഭാ മണ്ഡലം കൂടുന്നതാണ് തൃശ്ശൂർ മണ്ഡലം. ആ ഒരു മണ്ഡലത്തെ അവർക്ക് ജയിച്ചു കയറാൻ പറ്റി. അത് കേവലം 10-20 ഭൂരിപക്ഷത്തിനല്ല, 74,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. അതിൽ നിന്ന് തന്നെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും വ്യക്തമായി വരുന്നുണ്ട്. ഒരു 6 സീറ്റോളം നിയമസഭ ആ തൃശ്ശൂർ മണ്ഡലത്തിൽ BJP പുഷ്പം പോലെ കയറി വന്നു എന്ന് മനസ്സിലാകും. അതുപോലെ തന്നെ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തും BJP എത്തി നിൽക്കുന്നുള്ളത്. ഇപ്പം ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭയങ്കര ഒരു ഭൂകമ്പം കേരളത്തിൽ നടക്കാൻ പോകുന്നു. ഈ മുനമ്പം വിഷയം ക്രൈസ്തവർക്കിടയിൽ ഈ UDFനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവർ LDFനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്രൈസ്തവരായിട്ട് കൂടുതലും UDFനെയാണ് കേട്ടോ. UDFനെ പിന്നെ കേരള കോൺഗ്രസ് പോലെ പാർട്ടി. കേരള കോൺഗ്രസിന്റെ ഒക്കെ അവസ്ഥ എന്താവും ഇനി കണ്ടറിയണം. കേരള കോൺഗ്രസ് ഒക്കെ NDAയുടെ ഭാഗമാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അവർക്ക് ഇനി ക്രൈസ്തവർക്കിടയിലെ വോട്ട് BJPയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവരിവിടെ UDFന്റെ LDFന്റെ കൂടെ നിൽക്കാൻ സാധ്യതയില്ല. സ്വാഭാവികമായിട്ട് അവർ NDAയുടെ ഭാഗമായിട്ട് ചില ജോസ് കെ മാണിയൊക്കെ കേന്ദ്രമന്ത്രിയായെന്ന് പോലും വരും. അങ്ങനെ കേരളത്തെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ ഭൂകമ്പമാണ് ഇനി നടക്കാൻ പോകുന്നത്. നരേന്ദ്രമോദിയെ പോലുള്ള ആൾ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് രാഷ്ട്രീയം യൂസ് ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി. അപ്പോൾ ആ നരേന്ദ്രമോദിയെ പോലുള്ള ആൾക്കാർ കൃത്യമായ രീതിയിൽ അടുത്ത നിയമസഭ ഇലക്ഷന് കേരളത്തിൽ വന്നു പോകും. തീർച്ചയായിട്ടും മുനമ്പം ഒരു രാഷ്ട്രീയ ആയുധമാക്കുന്നതിന് അവർക്ക് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. അവർ ആയുധമാക്കിയാലും കുഴപ്പമൊന്നുമില്ല. മുനമ്പത്തെ മനുഷ്യർക്ക് സമാധാനം കിട്ടിയതിനു ശേഷമാണ് അവർ ആയുധമാക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, കേരളത്തിലെ BJPക്ക് അത്ര വലിയ നേതാക്കന്മാരൊന്നുമില്ല. പക്ഷേ അവർക്ക് കിട്ടുന്ന അവസരം ഭയങ്കര വലുതാണ്. ഈ മുനമ്പം ഇല്ലായിരുന്നെങ്കിൽ ഈ വഖഫ് ഭേദഗതി ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും കൂടെ ഏതെല്ലാം തരത്തിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആലോചിച്ചു. ക്രൈസ്തവര് ഒരു 600 കുടുംബം ഒരു പള്ളിക്കുള്ളിൽ സമരം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇവർ ലോക്കായി പോയത്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും റോഡിലിറക്കിയാൽ ഈ വഖഫിന് വേണ്ടി പള്ളിയിലച്ചന്മാരെയും അല്ലാത്ത ആൾക്കാരെ എല്ലാവരും അവർ റോഡിലിറക്കിയാൽ ഇതിനു മുമ്പുള്ള സമരങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ ഈ മുനമ്പത്തെ മനുഷ്യർക്ക് വേണ്ടി എല്ലാ അച്ഛന്മാരും എല്ലാ സഭകളും ഒരുമിച്ച് നിന്നു. ഈ സഭ പറഞ്ഞിട്ട് പോലും കേരളത്തിൽ UDF വോട്ട് ചെയ്യാത്തൊരവസ്ഥ. അപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലായി, രാഷ്ട്രീയ ശക്തി അല്ല സഭ എന്നുള്ള രീതിയിൽ. കേരളത്തിലെ ക്രൈസ്തവര് അത്ര രാഷ്ട്രീയ ശക്തി അല്ല എന്ന് ക്രിസ്ത്യാനികൾക്ക് തന്നെ മനസ്സിലായി. നിലനിൽപ്പില്ലെന്നുണ്ടെങ്കിൽ അവർ കാലാകാലങ്ങളായി വോട്ടുകുത്തുകളായിട്ട് നിൽക്കുന്ന ഒരു കലാപരിപാടി മാറ്റും. അത് തൃശ്ശൂർ നമ്മൾ കണ്ടു. ഇത് യൂസ് ചെയ്യാൻ പോകുന്നത് BJP ആണ്. അമിത്ഷായെ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ പോലുള്ള ആൾക്കാർ. ചിലപ്പോൾ നരേന്ദ്രമോദിയൊക്കെ ഡയറക്റ്റ് മുനമ്പത്ത് ആ പള്ളിയിൽ വന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ആ പള്ളി വന്ന് നിൽക്കുന്നത് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രധാനമന്ത്രി വന്ന് നിൽക്കുക. നരേന്ദ്രമോദിയൊക്കെ പലപ്പോഴും ആരാധനാലയങ്ങൾ സന്ദർശിക്കാറുണ്ട്. അതേപോലെ തന്നെ ഒരു ആരാധനാലയം എന്നുള്ള രീതിയിൽ മുൻപത്ത് സന്ദർശിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പ്രൈം മിനിസ്റ്റർ കേരളത്തിലെ ക്രൈസ്തവർക്ക് കൊടുക്കുന്നത്. ഇപ്പം തന്നെ BJPയുടെ അനുകൂലമായി ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന, സംസാരിക്കുന്ന ക്രൈസ്തവരെ നമുക്ക് കാണാം. കാരണം ഇവിടെ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആയെന്നുള്ളതാണ്. ഇവിടെ സഭ പറഞ്ഞിട്ടും അല്ലെന്നുണ്ടെങ്കിൽ സഭ നിലപാടെടുത്തിട്ട് പോലും ക്രൈസ്തവരായിട്ടുള്ള UDFന്റെ MP മാർ പോലും ശക്തമായ രീതിയിൽ പാർലമെന്റിൽ സംസാരിക്കുകയാണ് വഖഫിന് വേണ്ടി.
അവർ പലപ്പോഴും കുനിഞ്ഞിരിക്കുകയാണ്, മുനമ്പത്തിന് വേണ്ടി സംസാരിക്കുന്നില്ല. ഈ പ്രിയങ്ക ഗാന്ധി ആയാലും രാഹുൽ ഗാന്ധി ആയാലും പലപ്പോഴും മിണ്ടാറില്ല. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് എന്നുള്ള രീതിയിൽ ഒരു ഭയം ഉണ്ടാവും. ആ ഭയം യൂസ് ചെയ്യാൻ പോകുന്നത് BJP ആയിരിക്കും. ആൾക്കാർ മനസ്സിലാക്കിയെടുക്കുന്നു എങ്ങനെയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഇവിടുത്തെ ക്രൈസ്തവരെ എങ്ങനെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മനസ്സിലാവുന്നു. വെറും വോട്ട് ബാങ്ക് മാത്രമായിട്ടാണ് അവരെ കണ്ടതെന്ന് മനസ്സിലാവുന്നു. അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവിടെ ആരും സംസാരിക്കുന്നില്ല, നിയമസഭയിലും പാർലമെന്റിലും എന്ന് അവർക്ക് മനസ്സിലാവുന്നു. രാഷ്ട്രീയപരമായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നു. ഇത് ഉപയോഗിക്കാൻ പോകുന്നത് BJP ആണ് കൃത്യമായി. അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ വലതുപക്ഷത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾക്ക് കാണാം. സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം കേന്ദ്രമന്ത്രി ഇപ്പോൾ വരുന്നുണ്ട്, മുനമ്പത്ത് വരുന്നുണ്ട്, പള്ളി വരും, അവിടെയുള്ള ആൾക്കാരെ സന്ദർശിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്, പ്രധാനമന്ത്രിക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, അമിത്ഷായ്ക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുനമ്പത്തെ മനുഷ്യർ അവിടെ ജാഥ നടത്തുന്നു, ആഘോഷം നടത്തുന്നു, പടക്കം പൊട്ടിക്കുന്നു. ഇതൊക്കെ കൃത്യമായ രീതിയിലും സോഷ്യൽ മീഡിയയുടെ കാലമാണ്, ആർക്കും മറച്ചു വെക്കാൻ പറ്റത്തില്ല. ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ക്രൈസ്തവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഹിന്ദുസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, മുസ്ലിംസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മതേതരവാദികളായിട്ടുള്ള എല്ലാ മനുഷ്യരും ഈ മുനമ്പത്തെ മനുഷ്യരുടെ അവസ്ഥ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ ഇപ്പോഴും പറയാം, മതേതരവാദിയായിട്ടുള്ള എല്ലാ മനുഷ്യരും മുനമ്പത്തെ മനുഷ്യരുടെ അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ എല്ലാവരും പറയുന്ന ചില മതേതര പാർട്ടികളുണ്ട്. കോൺഗ്രസിനെ പോലുള്ള ചില പാർട്ടികളെയൊക്കെ മതേതര പാർട്ടി എന്നാണ് വിളിക്കുന്നത്. ഈ പാർട്ടിയൊക്കെ 1995-ലും 2013-ലും ചിലർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത നിയമം, ഭരണഘടനയെ തന്നെ വെല്ലുവിളിച്ച് ഉണ്ടാക്കി കൊടുത്ത നിയമത്തിൻ്റെ ഫലമാണ് പാവം ഈ മുനമ്പത്തെ മനുഷ്യർ സ്വന്തം ഭൂമിയിൽ അഭയാർത്ഥികളായിട്ട് ജീവിച്ചത് എന്നെല്ലാവരും കാണുന്നുണ്ട്. എൻ്റെ ചോദ്യം നിങ്ങളോടാണ്, നിങ്ങൾക്ക് ഈ മുനമ്പം വിഷയത്തിന് ശേഷം രാഷ്ട്രീയപരമായിട്ടൊരു വ്യത്യാസം ഫീൽ ചെയ്യാൻ തുടങ്ങി? ഇതുവരെ കുത്തിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് തന്നെ വോട്ട് കുത്തു. കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം ഇനി മുതൽ മുനമ്പത്തിന് മുമ്പും മുനമ്പത്തിന് ശേഷവും എന്നറിയപ്പെടും. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായ രീതിയിൽ പ്രതിഫലിക്കും. കൃത്യമായ രീതിയിൽ പഴയ പോലെ LDF അല്ലെങ്കിൽ UDF എന്ന് പറയുന്ന സംവിധാനം ഇല്ലാതാകും, എല്ലാം പൊളിയും. ഒരു 10 വർഷത്തിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്ത്യ സഖ്യം, NDA സഖ്യം എന്നായിരിക്കും നാഷണൽ ലെവലിൽ അറിയപ്പെടുന്നത്. അതായത് ഇവിടുത്തെ LDFും UDFും ഒരു മുന്നണിയായി, ഇവിടെ BJP NDA എന്ന് പറയുന്നൊരു മുന്നണിയായി. ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്, 10 വർഷത്തിനുള്ളിൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. നിങ്ങൾ എഴുതി വെച്ചോ, കേരളത്തിൽ ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ പിണറായി വിജയനും സതീശനും ഒരുപോലെ നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ BJPയും അതുമായി ബന്ധപ്പെട്ടുള്ള ഘടകകക്ഷി പാർട്ടികൾ, ക്രൈസ്തവ പാർട്ടികളായിട്ടുള്ള, ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കേരള കോൺഗ്രസ് പോലുള്ള പാർട്ടികളൊക്കെ NDAയുടെ ഭാഗമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ന് നമ്മൾ ഈ LDFിൻ്റെയും UDFിൻ്റെയും കൂടെ നിൽക്കുന്ന ഘടകകക്ഷികളൊക്കെ അല്ലേ, ഇവർ കൃത്യമായ രീതിയിൽ ചാടി NDAയുടെ ഭാഗമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ പാർലമെൻറ്റ് മണ്ഡലം ഇപ്പോൾ അവർ ഈ സെൻസസിന് ശേഷം കൂട്ടാൻ പോവുകയാണ് NDA ഗവൺമെൻറ്. അത് സ്വാഭാവികമായിട്ടും ഉത്തരേന്ത്യയിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. സെൻസസിന് ശേഷം പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ വലിയ മാറ്റം വരും. ഇപ്പം തന്നെ സമരങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് സൗത്ത് ഇന്ത്യയിൽ. ഇത് സംഭവം നടക്കാൻ പോകുന്നത് സൗത്ത് ഇന്ത്യയിൽ വലിയ രീതിയിൽ ഈ ലോക്സഭാ സീറ്റ് ഉയരില്ല, അതേസമയം നോർത്ത് ഇന്ത്യയിൽ വലിയ രീതിയിൽ ലോക്സഭാ സീറ്റ് വരും. ഉത്തർപ്രദേശ് പോലുള്ള മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ വലിയ നേട്ടം ഉണ്ടാവും. ഇപ്പം ഈ ഇലക്ഷൻ തന്നെ ശ്രദ്ധിച്ച് നോക്കുക, മോദിക്ക് ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു. പക്ഷേ കേവല ഭൂരിപക്ഷം കിട്ടാത്ത മോദിയുടെ ഫേസ്, അന്നത്തെ വൈകിട്ടത്തെ മോദിയുടെ ഫേസ് BJPക്കാർക്ക് ഭയങ്കര ഇമോഷണൽ കണക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ നോക്കുക, ഹരിയാന, മഹാരാഷ്ട്ര അതുപോലുള്ള ഡൽഹി തെരഞ്ഞെടുപ്പിൽ BJP തൂത്തുവാരിയാണ് ചെയ്തത്. കാരണം ഒന്നും മാറി നിന്ന് കഴിഞ്ഞാൽ അമിത ആത്മവിശ്വാസം അവർക്ക് ഗുണം ചെയ്യില്ല എന്ന തിരിച്ചറിവ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത് തന്നെയാണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഈ മണ്ഡലം കുറച്ചുകൂടെ കൂടുകയും അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാ പ്രവർത്തകരും ഒരുപോലെ ഒന്ന് പ്രവർത്തിയോടെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത കാലത്തൊന്നും ഈ കോൺഗ്രസ് ഒന്നും അധികാരത്തിൽ വരാൻ പോകുന്നില്ല. കോൺഗ്രസ് അധികാരത്തിൽ വരാതെ കേരളത്തിലും കോൺഗ്രസ് അധികാരത്തിൽ വരാതിരുന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന് നിലനിൽപ്പില്ല. അവരിൽ തന്നെ വലിയൊരു വിഭാഗം BJPയിലേക്ക് ചാടി വരും. അങ്ങനെ BJP ഒരു വലിയ ശക്തിയായി മാറും എന്നുള്ളത് നിങ്ങൾ എഴുതി വെച്ചു. ഇതാണ് നടക്കാൻ പോകുന്നത്. ക്രൈസ്തവരുടെ വലിയ ശതമാനം വോട്ടും ഈ ഇലക്ഷനിലൂടെ BJPയിലേക്ക് എത്തും. എന്തായാലും ആദ്യമായിട്ട് നമ്മുടെ പേജ് കാണുന്നത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.